വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒട്ടുമിക്ക എല്ലാ യൂട്യൂബ് ചാനലും എല്ലാ ക്രിയേറ്റേഴ്സും ചെയ്തേക്കുന്ന ഒരു സംഭവം തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സ്വിഗ്ഗി ആണോ സൊമാറ്റോ ആണോ ആദ്യം വരുന്നത്. അതായത് ഒരു ഹോട്ടലിൽ നിന്ന് സെയിം ഫുഡ് തന്നെ നമ്മൾ രണ്ട് ആപ്പിൽ നിന്നും കയറി ഓർഡർ ചെയ്യും. അതിൽ നിന്ന് ആരാണോ ആദ്യം വരുന്നത് അവർക്ക് നമ്മൾ 500 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. നമുക്കിനി ബുക്ക് ചെയ്യാം. താൽ കിച്ചണിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ എത്താനായിട്ട് ഏകദേശം 6 മിനിറ്റ് എടുക്കുമെന്നാണ് സൊമാറ്റോയിൽ കാണിക്കുന്നത്. സ്വിഗ്ഗിയിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കണില്ല. എന്താണെങ്കിലും നമുക്ക് 6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുള്ളിൽ ആദ്യം വന്നത് ആരാണോ അവർക്ക് നമ്മൾ 500 രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഐ എം സൂപ്പർ എക്സൈറ്റഡ് ആരാണ് ആദ്യം വരുന്നതെന്ന് അറിയാനായിട്ട്. താലിൻ്റെ അവിടെ നിന്ന് സ്ട്രെയിറ്റ് വന്നാൽ മതി ചേട്ടാ. താലിൻ്റെ അവിടെ നിന്ന് കുറച്ച് സ്ട്രെയിറ്റ് വരുമ്പോഴത്തേക്ക് ഇൻഫോ പാർക്ക് എത്തുന്നതിന് മുമ്പ് അവിടെ ആയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. യുണൈറ്റഡ് എന്നും പറഞ്ഞു. ലെഫ്റ്റ് റോങ് ആണല്ലേ. ഓക്കെ നമുക്ക് സൊമാറ്റോന്ന് കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ സൊമാറ്റോ ആയിരിക്കും മിക്കവാറും ആദ്യം എത്തണത്. നമുക്ക് നോക്കാം. ഒരു ലൊക്കേഷൻ റോങ് ആണെന്നാണ് പറയുന്നത്. പുള്ളി ചെയ്ത് അവിടെ നിന്ന് വരുന്നുണ്ട്. പുള്ളി അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ റീച്ച് ആയിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് ബാക്കി പരിപാടി നോക്കാം. ഫുഡിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാം. ഹലോ, ഇപ്പോൾ വരാട്ടെ. ചേട്ടാ ഇങ്ങോട്ട് വരാമോ? ഹലോ, പുള്ളിനെ കൂടി ഒന്ന് വിളിച്ചിട്ട്. കുഴപ്പമില്ലല്ലോ ചേട്ടാ. ചോദിക്കാം. അത് 24 ഓക്കെ. ഏട്ടാ ഓക്കെ. അപ്പോൾ നമ്മുടെ സ്വിഗ്ഗിയിൽ നിന്നും സൊമാറ്റോയിൽ നിന്നും 2 ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്നത് നമ്മുടെ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താ? നന്ദു ബ്രോയാണ് ആദ്യം വന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്ക് പൈസ കൊടുക്കാം. ഇതിനു മുമ്പ് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? 500 രൂപ ടിപ്പ് അല്ലാണ്ട് കിട്ടാറുണ്ട്. ഫസ്റ്റ് ടൈമാണ്. ചേട്ടൻ എത്ര മണി വരെ ഉണ്ട് ഓട്ടോ? 10 മണി, രാത്രി 10 മണി വരെ. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പോയി കഴിയും. ഉച്ചക്ക് എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അല്ല, അങ്ങനെയാണെങ്കിൽ ചേട്ടന് നമ്മൾ ഒരു പാക്കറ്റ് തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്നാക്ക് 500, രണ്ടാമത് എന്നാക്ക് ഒന്നും കൊടുക്കാണ്ട് വിടരുതല്ല. അപ്പോൾ പുള്ളി കൊണ്ടുവന്ന ഫുഡ് അവർക്ക് കൊടുക്കാതുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ പുള്ളി വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഒരു പാക്കറ്റ് ചേട്ടൻ എടുക്കണമെങ്കിൽ എടുക്കാം. ഇല്ല, ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് മതി. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടിട്ട് പറഞ്ഞാൽ ചേട്ടൻ എടുക്കണമെങ്കിൽ എടുക്കാം. ഇല്ല, എടുത്തോ. ഇല്ല, അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചേട്ടന് 500 റുപ്പീസ് കൊടുക്കണേണ്. ഓക്കെ, ആ ചേട്ടൻ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. എടുത്തു, ഓർഡർ എടുത്തു. അപ്പല്ലേ ഓക്കെ. അപ്പോൾ സൊമാറ്റോയിലെ നന്ദു ബ്രോയാണ് നമുക്ക് ഫുഡും കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണ് നമ്മൾ 500 രൂപ ക്യാഷ് പ്രൈസ് കൊടുത്തത്. അപ്പോൾ രണ്ടാമത് വന്നത് സ്വിഗ്ഗി ആയതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഫുഡ് തന്നെയാണ് നമ്മൾ അവർക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ആ ചേട്ടന് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. വീഡിയോയും പുള്ളിയുടെ പ്രൈവസിയും കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നന്ദു ബ്രോനോട് നമ്മൾ ചോദിച്ചു. അതിനുശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ പുള്ളിനോട് ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്ദുവിന് കുഴപ്പമില്ല. അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വിഗ്ഗിയിൽ ആ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ പറഞ്ഞ് വീഡിയോ ഇടുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാമെന്ന് പറഞ്ഞ് പുള്ളി മര്യാദക്ക് തന്നെയാണ് പോയത്. അപ്പോൾ പുള്ളിക്ക് നമ്മൾ ഫുഡ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് ഓർഡർ ചെയ്തത് 2 എണ്ണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വന്ന 2 പാർട്ടിസിപ്പൻസിനും
നമുക്ക് എന്തെങ്കിലും കൊടുത്തു വിടണോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ നന്ദുബ്രോന് കൊടുത്തതിന് ശേഷം നന്ദുബ്രോനോട് തന്നെ നമ്മൾ ചോദിച്ച് വേണമെങ്കിൽ ഒരു ഫുഡ് എടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറയുകയും കൂടി ചെയ്തു നമ്മളോട്, വേണ്ട നിങ്ങൾ എന്താണെങ്കിലും 500 രൂപ ക്യാഷും കൂടി തന്നിട്ട് അതിൻ്റെ കൂടെ ഫുഡും കൂടി മേടിക്കുന്നത് ശരിയല്ല. എന്താണെങ്കിലും വന്ന 2 പേരും നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കിട്ടിയത്. വന്ന 2 പേരും പൊളിയായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.